നിങ്ങൾ ബഷീർക്കായി അറിയോ? നമ്മളെ PK ബഷീറോ ET ബഷീറോ പടക്കം ബഷീറോ ഒന്നുമല്ല, സാക്ഷാൽ ലിബർട്ടി ബഷീറിനെ. എത്ര കോടി ചെലവഴിച്ച് നിർമ്മാതാക്കൾ പടം പിടിച്ചാലും അത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കണോ എന്ന് തീരുമാനിച്ചിരുന്ന പുലി. എന്നാൽ കളി അധികമായപ്പോൾ ദിലീപ് സംഘവും സിനിമാ വിതരണക്കാരുടെ പുതിയ സംഘടന ഉണ്ടാക്കി. അപ്പോൾ ഇതാ ബഷീർക്ക കുത്തുവാളെടുത്തിരിക്കുന്നു. ഡെമോക്രസി തന്നെ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയതുപോലെ മൂപ്പര തിയേറ്ററുകളെല്ലാം കല്യാണ മണ്ഡപമോ കൊപ്പർക്കളമോ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാവം ബഷീർക്ക എങ്ങനെ നടന്ന ആളായിരുന്നു, ഇപ്പോൾ നോക്കിയ അവസ്ഥ. ലിബർട്ടി മൂവീസ് ഓൾറെഡി കല്യാണ മണ്ഡപം തന്നെയാണ്. അത് ഫുൾ ടൈം കല്യാണ മണ്ഡപമല്ല. കല്യാണമുള്ള സമയത്ത് നോൺ ഷോ കല്യാണം നടത്തും, ബാക്കിയുള്ള സമയത്ത് സിനിമ കിട്ടും. അത് മാറ്റിയിട്ട് ഇപ്പം ഫുൾ ടൈമായിട്ട് എല്ലാ ജാതി മതവേദന കല്യാണത്തിന് കൊടുക്കാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പം കൊടുക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് കല്യാണം അനുവദിക്കാറ്, മുസ്ലിം കല്യാണത്തിനൊന്നും കൊടുക്കാറില്ല. ഇപ്പം ഇനി ഉള്ള തീരുമാനം ഏത് കല്യാണത്തിനും ശരിക്കും ഒരു കല്യാണ മണ്ഡപമായിട്ട് തന്നെ അതിനെ മാറ്റാൻ തീരുമാനിച്ചു. ഈ ജീവിതമൊരു പാരാവാരം, എന്തെന്ത ഭാരം, അലറും തിരമാലകൾ, അടിയിൽ വൻചുഴികൾ, തിരമുറിച്ചെന്നും മറുതീരം തേടി തുഴയുന്നു ഞാനേകന. ഇവിടുത്തെ സംബന്ധിച്ചിട്ട് ഇവിടെ കഴിഞ്ഞ സമരത്തിന് ശേഷം 2 മാസമായിട്ട് ഒരു പടങ്ങളും മലയാള പടം തീർന്നില്ല, സെക്കൻഡ് റണ്ണും പടം തീർന്നില്ല. ആ ഒരു അവസരത്തിൽ 10-50 ജോലിക്കാരെ കൊണ്ട് ടിക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റാനാണ് തീരുമാനിക്കുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാലും ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം അതിൻ്റെ മേലെ ഒരു ചെറിയ തിയേറ്റർ വേണമെന്നുള്ള നിയമമുണ്ട്. ഗണേഷ് കുമാർ ഉണ്ടാക്കിയ നിയമമാണ്. തിയേറ്റർ പൊളിച്ചിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ മേലെ തിയേറ്റർ വെക്കണമെന്നല്ല. വേറെ നിവൃത്തിയില്ല തിയേറ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ. പടം കിട്ടാവുന്ന ഇത്രയും വലിയ സ്ഥാപനം പൂട്ടിയിടുന്നതിനും ബെറ്റർ ഒരു കോംപ്ലക്സ് ആക്കി മാറ്റാം. അധികം അവിടെ ആർട്ട് ഓഫ് സിറ്റി സ്ഥലം തലശ്ശേരിയിലെ ഈ വിശ്വതലത്തിലെ സമരാങ്കണത്തിലെ അതിധീര യോദ്ധാക്കൾ നമ്മളെല്ലാം ഒരു യുദ്ധസമയം അണയുമ്പോൾ പലരും പൊളിക്കാം, പടവെട്ടി മരിച്ചു പോകാം. പ്രതിബന്ധമെല്ലാം എനിക്കാത്മശക്തി പൊരുതുന്നു ഞാനേകന. ഇവർ സിനിമ തന്നാലും ഈ തീരുമാനത്തിന് മാറ്റമില്ല. സിനിമ തന്നാലും തൽക്കാലത്തേക്ക് സിനിമ കളിക്കാന്നില്ലാണ്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പരിപാടിയിൽ ഞാൻ മുന്നോട്ട് പോകും. എങ്ങനെ പടം തരാനാ ബഷീർക്ക? സിനിമ ഇഷ്ടം പോലെ കിട്ടിയപ്പോൾ എന്തൊക്കെ ഹുങ്കായിരുന്നു. സിനിമാ പെട്ടിക്ക് നീളം പാടില്ല, ഉയരം പാടില്ല, പെട്ടി നിറയ്ക്കുമ്പോൾ നമ്മളെ ആട് കൂടെ വേണം. ഇപ്പോൾ എല്ലാം ഗുദാഹവ. അല്ല, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ നിങ്ങളുടെ നാട്ടുകാരനല്ലേ? ഒന്ന് പറഞ്ഞു നോക്കൂടെ? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ഭരിക്കുന്ന കക്ഷിയും പ്രതിപക്ഷത്തിരിക്കുന്ന കൂട്ടവും മുനിസിപ്പാലിറ്റി ഒന്നും ഇതുവരെ ഇടപെട്ടില്ലല്ലോ. 1,20,00,000 രൂപ എല്ലാ വർഷവും ഞാൻ ടാക്സ് ഇനത്തിൽ മുനിസിപ്പാലിറ്റിക്ക് ഇടുന്നുണ്ട്. തലശ്ശേരി മുനിസിപ്പാലിറ്റീൻ്റെ ഏറ്റവും വരുമാനമുള്ള ഒരു ഭാഗം എൻ്റെ തിയേറ്ററാണ്. അത് കഴിഞ്ഞ കാലത്തെല്ലാം എൻ്റെ ഇവിടെ ടാക്സ് കിട്ടിയില്ലെങ്കിൽ അവിടെ ശമ്പളം കൊടുക്കാൻ വരെ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പം അവർ പിടിച്ചു നിൽക്കുന്നത് പുതുതായിട്ട് ബിൽഡിംഗ് ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവിടെ ശമ്പളം കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ നിരക്ക് മുനിസിപ്പാലിറ്റി ഇടപെടേണ്ടെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി തലശ്ശേരിക്കാരനാണ്, ഈ പാർട്ടി സെക്രട്ടറി കോടിയേരി തലശ്ശേരിക്കാരനാണ്, ഇവിടുത്തെ MLA ഉണ്ട്. ഇതൊന്നും ഇടപെടുന്നില്ലല്ലോ. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? സാരമില്ല.
സിനിമാ തിയേറ്റർ തലശ്ശേരിയിൽ നിന്ന് ഇത്രയും തിയേറ്റർ പോകാൻ തലശ്ശേരിക്ക് തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഓട്ടോറിക്ഷക്കാരെ ബാധിക്കും, കച്ചവടക്കാരെ ബാധിക്കും, ഹോട്ടലറെ ബാധിക്കും. എല്ലാ ഭാഗത്തും തലശ്ശേരിയിൽ നിശബ്ദമായി പോകും. അതിവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും അതിനോട് പ്രതികരിക്കുന്നില്ലല്ലോ. തലശ്ശേരിക്കാർക്ക് നിരാശയുണ്ടെന്ന് അറിയാം. കാരണം സിനിമ കാണുന്ന കൂട്ടൊക്കെ ഒരു വിഷമം തന്നെ. സിനിമ കാണണമെങ്കിൽ അടുത്ത വടകരയോ അല്ല കണ്ണൂരോ പോകണം. അവരവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് നിവൃത്തിയില്ല. പടം കിട്ടാത്ത അവസ്ഥയിൽ എനിക്ക് തിയേറ്റർ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പടം ഉണ്ടാവട്ടെ. പിന്നെ അവരെ പോയിട്ട് അവരെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയിട്ട് തല കുനിച്ചിട്ട് പടത്തിന് വയ്ക്കുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഇപ്പം ഈ അവസാന സമയത്തും പോയിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരോട് യാചിക്കുക, സിനിമ കളിക്കാൻ വേണ്ടി തിയേറ്റർ തുറക്കാൻ വേണ്ടി യാചിക്കുക എന്നതൊന്നും തന്നെ കിട്ടില്ല. ഇപ്പം തന്നെ ഈ പുതിയ സംഘടന ഉണ്ടായ സമയത്ത് തന്നെ പല തിയേറ്റർക്കും പല ദുരാനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കീഴിലുള്ള ഒരു സംഘടന ദിലീപ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല അവിടെ. ആ തരത്തിൽ തിയേറ്റർ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി തന്നെ കിട്ടില്ല. ഏതായാലും ഇതുവരെ തൻ്റെ അടുത്തോടെ തന്നെ പോയിട്ടുണ്ട്. ഈ തീരുമാനം തൻ്റെ അടുത്തോടെ നടപ്പിലാക്കും. ഈ ജീവിതമൊരു പാരാവാരം, എന്തെന്ത ഭാരം, അലറും തിരമാലകൾ, അടിയിൽ വൻചുഴികൾ, തിരമുറിച്ചെന്നും മറുതീരം തേടി തുഴയുന്നു ഞാനേകനായി. അങ്ങനെ ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ കൊടുത്ത നൈസായിട്ടുള്ള പണിക്ക് ശേഷം ദിലീപും കൂടി കുത്തിയതോടെ ബഷീർ ക ശരിക്കും പെട്ടിയിലായി. ദിലീപ് നമ്മളെ സ്വന്തം ആളാണെന്നൊക്കെ പറഞ്ഞു നോക്കിയിരുന്നെങ്കിലും എല്ലാം പൊളിഞ്ഞു. ഇനി ജീവിതം ശരിക്കും കുണ്ടും കുഴിയും നിറഞ്ഞതാകും. അല്ലെങ്കിൽ ദിലീപിൻ്റെ കാൽക്കൽ വീണ് വല്ലതും തരണേ എന്ന് അപേക്ഷിക്കേണ്ടി വരും. ഇതിനാണ് മൊത്തത്തിൽ പറയുക വിനാശകാലെ ഓപ്പോസിറ്റ് ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. തമിഴ് നാടകത്തിന് തിരശീല വീഴുന്നു. ഇനി ഗൗണ്ടർ അണ്ണന്മാരെ നയിക്കും. കണ്ണുപട പോകുതയ്യാ ചിന്ന കൗണ്ടരേ, சுத்தி போட வேணும் ஐயா சின்ன கவுண்டரே, உனக்கு சுத்தி போட வேணும் ஐயா சின்ன கவுண்டரே. VS വീണ്ടും വടക്കോട്ടിറങ്ങി. ഇത്തവണ പോയത് ജിഷ്ണു പ്രണോയുടെ വീട്ടിലേക്ക്. കൊലപാതകികളെ ഉടൻ പിടിക്കണമെന്ന് പിണറായി പോലീസിനോട് VS. അതിനിടയിൽ കാനവും കൊടിയേരിയും കൊമ്പ് കോർത്തു. ഒരു മന്ത്രി കൊടുത്തു വിരുന്ന്, BJPയുടെ പ്രസിഡന്റ് കൊടുത്തു വിരുന്നു, ഇനി മറ്റ് നേതാക്കന്മാരൊക്കെ വിരുന്നുമായിട്ട് കുട്ടികളെ വിളിക്കാൻ തുടങ്ങി. വളരെ വേഗം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു വിഷയം മാത്രമേ ആ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നുള്ളൂ. അഴകിന് വിട നൽകി ബിന്ദു കൃഷ്ണയുടെ മുടിദാനം. അതായത് ആദ്യം ആ പെണ്ണിന്റെ ഷേപ്പ് ഒന്ന് മാറ്റണം. സ്വന്തം തന്ത കണ്ടാ പോലും തിരിച്ചറിയരുത്. എങ്ങനെ മാറ്റും? അവളുടെ തല അങ്ങ് വെട്ടിക്കളാ. ആക്കരുത്. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. കൊല്ലം DCCയിൽ നടന്ന പരിപാടി കാഴ്ചക്കാരെ കൊണ്ട് റെക്കോർഡ് നേടി. അയ്യോ എന്റെ തലമുടി, അയ്യോ ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മാളിക മുകളിലേറിയ ലിബർട്ടി ബഷീറിന്റെ തോളിൽ മാറാപ്പ് കയറി. ലിബർട്ടി മൂവീസ് ഓൾറെഡി കല്യാണ മണ്ഡപം തന്നെയാണ്. ഈ ജീവിതമൊരു പാരാവാരം, എന്തെന്ത ഭാരം. പുലിയായി നടന്ന തന്നെ ഒരു പൂച്ചയും മൈൻഡ് ചെയ്യുന്നില്ലെന്നും ബഷീർ. ഇവിടുത്തെ മുഖ്യമന്ത്രി തലശ്ശേരിക്കാരനാണ്. ഈ പാർട്ടി സെക്രട്ടറി കോടിയേരി തലശ്ശേരിക്കാരനാണ്. ഇവിടുത്തെ MLA ഉണ്ട്. ഇതൊന്നും ഇടപെടുന്നില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ സമയവും തീരുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.